Good morning. Good morning, ma'am. Good morning, ma'am. സുഖാണല്ലോ എല്ലാവർക്കും? Yes, ma'am. സുഖാണല്ലേ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? Good morning, ma'am. അതെ ma'am. ഓക്കെ. നമ്മുടെ ഹെൽത്ത് കെയർ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എന്നാലും ചോദിച്ചതാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ചാപ്റ്റർ 7 ആണ്. നിങ്ങളുടെ എത്രയാണ്? ചാപ്റ്റർ 7 തന്നെയാണോ? മൊഡ്യൂൾ 1-ല്? ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ചിലപ്പോ ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. 31. പേജ് നമ്പർ 31. 7th ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, ഒന്ന് മ്യൂട്ട് ആക്കിക്കോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, introduction നോക്കിക്കോളൂ കേട്ടോ. Introduction. The Accident and Emergency Department, A&E, assess and treats people with major trauma, serious injuries and illnesses, and those in need of emergency treatment. So, emergency, accident and emergency department ട്രീറ്റ് ചെയ്യുന്ന പീപ്പിള് ഏതൊക്കെ എന്താണ് എങ്ങനെയുള്ള പീപ്പിൾസ് ആയിരിക്കും? മേജർ ട്രോമ അല്ലെ? ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ? ട്രോമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വലിയ ആഘാതം അല്ലെങ്കിൽ മുറിവ്. ഓക്കെ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ട്രോമ എന്ന് പറഞ്ഞാല് ആഘാതം അല്ലെങ്കിൽ മുറിവ്. പിന്നെന്താണ്? സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ് അല്ലെ? എന്താണ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാല്? മുറിവ് തന്നെയാണ്. സീരിയസ് ആയിട്ടുള്ള മുറിവോ അല്ലെങ്കിൽ രോഗബാധിതരോ, സീരിയസ് ആയിട്ടുള്ള രോഗബാധിതരോ അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ഓപ്പൺ 24 hours a day. അപ്പൊ എത്ര മണിക്കൂറാണ് അല്ലെങ്കിൽ എത്ര അവേഴ്സ് ആണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് 24 hours ആണ്. In emergency patients with loss of consciousness, confusion, persistent severe chest or abdominal pain, a stroke, breathing difficulties are also treated. ഇനി എമർജൻസി പേഷ്യൻസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. എന്താണ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാല്? കോൺഷ്യസ്നെസ് എന്താ? ബോധമില്ലാത്ത അവസ്ഥ അല്ലെ? പെട്ടെന്ന് ബോധം പോയവര്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നവരൊക്കെ ഉണ്ടാവില്ലേ? പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നത്, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അതുപോലെ പെർസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ്, എന്താണ് ചെസ്റ്റ് പെയിൻ ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നവരുണ്ടാവാം. അതുപോലെ അബ്ഡോമിനൽ പെയിൻ അല്ലെ? ഉദര സംബന്ധമായിട്ടുള്ള പെയിൻ ആയിട്ട് കൊണ്ടുവരുന്നവരുണ്ടാവാം. അതുപോലെ സ്ട്രോക്ക് അറിയാലോ നിങ്ങൾക്ക്? സ്ട്രോക്ക് അതുപോലെ തന്നെ എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അല്ലെ? ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നവര്. അങ്ങനെയുള്ള ആളുകളെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുവരുന്നത്. ഇനി എന്താണ്? ഇറ്റ് ഹാസ് ആൾട്ടർനേറ്റീവ് നെയിംസ്. അപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് 3 പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് പേരുകള്? കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതിനെ ED എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ എമർജൻസി റൂം ER എന്നും കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം
ഈ 3 പേരുകളിലാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷനിൽ എന്താ നമ്മൾ പറഞ്ഞത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് എത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും? വലിയ ആഘാതത്തിലുള്ളവര്, വലിയ മുറിവുകളായിട്ട് വരുന്നവരാകാം. അതുപോലെ തന്നെ എന്താണ്, സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസും ഇൽനെസ്സും ഉള്ളവരാകാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് അവിടേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുവരുന്നത്. ഇത് 24 hours ഓപ്പണിംഗ് ആയിരിക്കും അല്ലെ? നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ കാഷ്വാലിറ്റി ഒക്കെ എന്താണ്, എപ്പോ എത്ര ടൈം വേണമെങ്കിലും അല്ലെ, 24 hours ആണ് അത് ഓപ്പണിംഗ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസ് എത്തരത്തിലുള്ള പേഷ്യൻസ് എന്നാണ് പറഞ്ഞത്? ലോസ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെ, ബോധം ഇല്ലാത്തവര്, പെട്ടെന്ന് ബോധരഹിതരായവരുണ്ടാവാം. അതുപോലെ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണവര് ഉണ്ടാവാം. പിന്നെന്താണ്, നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയിട്ട്, ഹാർട്ട് അറ്റാക്ക് അല്ല, അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ ഒക്കെ ആയിട്ട് വരുന്നവരുണ്ടാകാം. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള വേദനകൾ അല്ലെ, അടിവയറ് വേദന, അങ്ങനെ എന്താണ് ഉദര സംബന്ധമായിട്ട് വേദനകൾ ആയിട്ട് വരുന്നവരുണ്ടാവാം. സ്ട്രോക്ക് ആയിട്ട് വരുന്നവരുണ്ടാവാം. അതുപോലെ പെട്ടെന്ന് തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ആളുകൾക്ക് വരുന്നവരുണ്ടാവാം. ശ്വാസ തടസ്സം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെയാണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി എന്താണ്, 3 പേരുകളിലാണ് ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. മനസ്സിലായോ? ഓക്കെ ആണോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ. ഇനി ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞാല് ഒന്ന് കമന്റ് ഇടണം കേട്ടോ. ആരെങ്കിലും ഒരാൾ മിസ്സിന് പറഞ്ഞു തന്നെ, തെറ്റാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ ശ്രീലക്ഷ്മി? ഓക്കെ, പറഞ്ഞു നോക്കിയേ. ആര് പറയാ? മിസ്സിന് ആര് പറഞ്ഞു തരും? അൺമ്യൂട്ട് ആക്കട്ടെ കേട്ടോ. ഓക്കെ, ആരാ പറഞ്ഞു തരാ? ഞാൻ പറഞ്ഞുതരാം. ശ്രീലക്ഷ്മി പറഞ്ഞു. ഗ്രൗണ്ട് ഫ്ലോറിന് അടുത്ത് തന്നെ ആയിരിക്കും എമർജൻസി ഏരിയ വരുന്നത്. പിന്നെ ഇത് മെയിൻ എൻട്രൻസിൽ നിന്നും മാറിയിട്ടായിരിക്കും ഇതിന്റെ എൻട്രൻസ് വരുന്നത്. പിന്നെ ആംബുലൻസ് പാർക്കിംഗ് ഏരിയ വരുന്നതും ഇതിനോട് ചേർന്ന് തന്നെ ആയിരിക്കും. പിന്നെ പിന്നെ ഇത് നമുക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തക്ക രീതിയിലാണ് ഇതിന്റെ സൈൻ ബോർഡുകളും കാര്യങ്ങളും വരുന്നത്. പിന്നെ അതായത് മെഡിക്കൽ റിപ്പോർട്ട്സ്, എലവേറ്റേഴ്സ്, അതായത് ലാബും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനോട് അടുത്ത് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അത് നമ്മുടെ ഓപ്പറേഷൻ കോസ്റ്റ്, ക്രിട്ടിക്കൽ ടൈമും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. വെരി ഗുഡ്, ക്ലിയർ ആയിട്ട് പറഞ്ഞോ. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, മിസ് ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്? നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ലൊക്കേഷൻ പഠിക്കണം. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ലൊക്കേഷൻ ഉണ്ട്. അതിന്റെ ലൊക്കേഷന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലൊക്കേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ. കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിലായിരിക്കും അല്ലെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? അല്ലെങ്കിൽ എന്താണ്,
മേലെ ഹോസ്പിറ്റലിലെ മേലെ ഏതൊക്കെയാണോ കാഷ്വാലിറ്റി ഉള്ളത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ശ്രദ്ധിക്കാത്തവരൊന്നും ശ്രദ്ധിക്കാട്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോ. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് പോയിന്റ് എന്താണ്? സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് away from മെയിൻ എൻട്രൻസ്. അപ്പൊ മെയിൻ എൻട്രൻസിൽ നിന്ന് സെപ്പറേറ്റ് ഒരു എൻട്രൻസ് കൂടി കാഷ്വാലിറ്റിക്ക് ഉണ്ടായിരിക്കും. ഇനി എന്താണ്? ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. അല്ലെ, പെട്ടെന്ന് രോഗികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോ ആംബുലൻസിലൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോ ആംബുലൻസിന് പാർക്കിംഗ് ഏരിയ അവിടെ ഉണ്ടായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ഇനി എന്താണ്? വെൽ മാർക്ക്ഡ് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ്. അല്ലെ, ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളമായിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രോപ്പർ ലൈറ്റുകൾ അല്ലെ, കാഷ്വാലിറ്റിയിൽ എഴുതി കാണിക്കാനായിട്ടൊക്കെ രാത്രിയൊക്കെ ആണെങ്കിൽ എന്താണ് ചിലപ്പോ എന്താണ് ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ലൈറ്റ് വേണം. അതുപോലെ തന്നെ സൈൻ ബോർഡ് കാഷ്വാലിറ്റിന്ന് വലിയ അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. പിന്നെന്താണ്? ഈസിലി വിസിബിൾ ആൻഡ് accessible from the street എന്ന് പറയുന്നത് വിസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലും, അതുപോലെ തന്നെ ആക്സസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് എത്താവുന്ന രീതിയിലുമായിരിക്കണം കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എലവേറ്റേഴ്സ്. എന്താണ് എലവേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? എലവേറ്റേഴ്സ് എന്താ? ലിഫ്റ്റ്. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ലിഫ്റ്റ്. അതുപോലെ തന്നെ റേഡിയോളജി ലബോറട്ടറി. ലിഫ്റ്റുകള്, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെയൊക്കെ അടുത്തായിരിക്കണം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ അടുത്താണെങ്കിൽ എന്താണ്? നമുക്ക് ഓപ്പറേഷണൽ കോസ്റ്റ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ടൈം ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ എന്താണ്? കാഷ്വാലിറ്റിയിലോട്ടൊക്കെ ആളുകളെ കൊണ്ടുവരുമ്പോൾ, എമർജൻസി ആയിട്ട് ആളുകളെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ സ്കാൻ എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അല്ലെ, CT സ്കാൻ, MRI സ്കാൻ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ അടുത്തായിരിക്കണം. മനസ്സിലായോ? 6 പോയിന്റ് ഉണ്ട്. 6 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. ക്ലിയർ ആണോ? ലൊക്കേഷൻ ഒക്കെ അല്ലേ? ഓക്കെ, ഇനി ഡിസൈൻ നോക്കിയേ. എങ്ങനെയാണ് കാഷ്വാലിറ്റിയിലെ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ വരുന്നത്? ഫസ്റ്റ് പോയിന്റ്, entrance to the emergency department should be sheltered to protect ambulance patient from the weather while unloading. നമ്മള് ആംബുലൻസിലൊക്കെ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അൺലോഡ് ചെയ്യണം അല്ലെ. എന്താ അൺലോഡിംഗ് എന്ന് പറഞ്ഞാല്? പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ എന്താ ചെയ്യുന്നത്? ആംബുലൻസിലൊക്കെ കൊണ്ടുവരുമ്പോ ഇറക്കണോ അല്ലെ? അതിനെയാണ് നമ്മൾ അൺലോഡിങ് എന്ന് പറയുന്നത്. അപ്പോ അൺലോഡ് ചെയ്യുമ്പോ പ്രോപ്പർ ആയിട്ട് അവിടെ ഷെൽട്ടേർഡ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇപ്പോ എന്താണ്? ചിലപ്പോ കാലാവസ്ഥ ക്ലൈമറ്റിലൊക്കെ വ്യത്യാസം സംഭവിക്കാം. മഴയാവാം, മഞ്ഞാവാം, വെയിലാവാം അല്ലെ. അപ്പൊ അവരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുമ്പോ പ്രോപ്പർ ആയിട്ട് അവരെ സംരക്ഷിക്കണം. അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രോപ്പർ ഷെൽട്ടേർഡ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? adequate reserved parking space for ambulance and car of പേഷ്യൻസ്. നമ്മള് ആംബുലൻസിൽ പേഷ്യൻസിനെ കൊണ്ടുവരും. അതുപോലെ തന്നെ ചിലപ്പോ വീട്ടിലൊക്കെ കാറുകളൊക്കെ ഉണ്ടെങ്കിൽ കാറിനായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ കാറിനായാലും അതുപോലെ തന്നെ ആംബുലൻസിന് നമ്മള് ലൊക്കേഷനിൽ പഠിച്ചില്ലേ, സെപ്പറേറ്റ് ആയിട്ടൊരു പാർക്കിംഗ് ഏരിയ വേണം. പിന്നെ എന്താണ്? ആഡിക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ചിലപ്പോ എന്താണ്? നടന്നു പോവാത്ത അല്ലെങ്കിൽ കിടപ്പായിട്ടുള്ള രോഗികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത രോഗികളൊക്കെ ഉണ്ടാവാം.
അവരെ എന്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? എന്തിലാ കൊണ്ടുപോവാ? വീൽ ചെയറിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലൊക്കെയാണ് അല്ലെ കൊണ്ടുപോകുന്നത്. അപ്പൊ സ്ട്രക്ചറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് എവിടെ ഉണ്ടായിരിക്കണം? കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ എന്താണ്? റാംസ് ഫ്രം വീൽ ചെയർസ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റൈസ്ഡ് പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ എന്താണ്? വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന രോഗികളെ അതിനുള്ള റാമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റാമ്പ് എന്താണ്? റാമ്പ് വാക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മള്? എന്താണ് റാമ്പ് എന്ന് പറഞ്ഞാല്? വഴി അല്ലെങ്കിൽ പാത അല്ലെ? ഓക്കെ. ഇപ്പൊ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന രോഗികളെ അതിനു വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടായിരിക്കുക, പാത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പെഡസ്ട്രിയൻ എന്താ? പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാല് നടന്നു പോകുന്ന ആളുകൾ അല്ലെ? ചിലപ്പോ എന്താണ്? വയറുവേദന അല്ലെങ്കിൽ എന്താണ്? ചിലപ്പോ അധികം ആക്സിഡന്റ് പറ്റാത്ത ആളുകളൊക്കെ നമ്മൾ കാഷ്വാലിറ്റിയിലാണ് കൊണ്ടുവരുന്നത്. ആക്സിഡന്റ് കേസ് എന്ത് സംഭവിച്ചാലും ഇപ്പൊ വണ്ടി തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാഷ്വാലിറ്റിയിലോട്ടാണല്ലോ കൊണ്ടുവരുന്നത്. ചിലപ്പോ അദ്ദേഹത്തിന് അധികം പരിക്കുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താണ്? നടന്നു പോകാൻ പറ്റും അല്ലെ അയാൾക്ക്? അങ്ങനെ നടന്നു പോകാനുള്ള രീതിയിലും അവിടെ എന്താണ്? പാതകൾ ഉണ്ടായിരിക്കണം നടന്നു പോകുന്നവർക്ക്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും നടക്കണം. നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള റാമ്പുകൾ, അതുപോലെ തന്നെ വീൽ ചെയർസിൽ രോഗികളെ കൊണ്ടുപോകാനുള്ള റാമ്പും അങ്ങനെയുള്ള സംവിധാനവും ഈ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഡിസൈനിൽ വരുന്നത്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറയണോ? ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? Entrance to the emergency department should be sheltered to protect ambulance patient from the weather while unloading. എന്താണ്? പേഷ്യൻസിനെ നമ്മൾ ആംബുലൻസിൽ കൊണ്ടുവരുമ്പോ അവരെ അൺലോഡ് ചെയ്യണം. അവിടേക്ക് ഇറക്കണ്ടേ? നമ്മള് ഇറക്കുമ്പോ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ എന്താണ്? വെയിലാവാം അല്ലെങ്കിൽ മഞ്ഞാവാം, കാലാവസ്ഥയൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്താണ്? ചിലപ്പോ വെയിലാവാം, ചിലപ്പോ മഴ വരാം അല്ലെ? അപ്പൊ മഴയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പേഷ്യൻസിന്. അപ്പൊ അവർക്ക് അത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായോ? പെഡസ്ട്രെയിൻ എന്താണ്? നടന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താണ്? നല്ല രീതിയിലുള്ള നടന്നു പോകാനുള്ള രീതിയിലുള്ള റാമ്പുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വീൽ ചെയറിൽ ആളുകളെ, നടക്കാൻ പറ്റാത്ത ആളുകളൊക്കെ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകില്ലേ നമ്മള്? അപ്പൊ അതിന് പറ്റിയ റാമ്പും അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഡൗട്ട് വരുന്നുണ്ടോ? ഇതിന് തൊണ്ടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചുമയാണ്, ജലദോഷം ചുമയൊക്കെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാത്തത്. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. 2-3 പ്രാവശ്യം പറയാത്തത് അതുകൊണ്ടാണ്. ഓക്കെ ആണോ? ഡിസൈൻ ഓക്കെ ആണോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ. മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. 2 ഏരിയാസ് ആണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഏതാണ് ഫങ്ഷണൽ ഏരിയാസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അതർ ഏരിയാസും കാഷ്വാലിറ്റി ഉണ്ട്. ഇനി ഫങ്ഷണൽ ഏരിയാസിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കി. ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് നമ്മൾ പഠിച്ചല്ലേ. ആംബുലൻസിൽ വേണ്ടതായിട്ടുള്ള എൻട്രൻസ് പ്രൊവൈഡ് ചെയ്യാം, ഇവിടെ ഉണ്ടായിരിക്കുക, അതിനുള്ള ഏരിയ ഉണ്ടാകണം. ഇനി എന്താണ് റിസപ്ഷൻ ഓർ ട്രയേജ് ഓർ വെയിറ്റിംഗ് ഏരിയ. റിസപ്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയ. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. ട്രയേജ് നമുക്ക് അടുത്ത പോർഷനിൽ പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മിസ് ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കാം കേട്ടോ. ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയ. അപ്പൊ ആ ഏരിയ എവിടെ ഉണ്ടായിരിക്കണം? കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാല് ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണ്. ഒന്നുകൂടി പറയാം, ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണ്. ഇനി എന്താണ് റെസിസ്റ്റേഷൻ ഏരിയ അല്ലെ. എന്താണ് റെസിസ്റ്റേഷൻ എന്ന് പറഞ്ഞാല്? പുനരുജ്ജീവനം. അറിയോ, കേട്ടിട്ടുണ്ടോ നിങ്ങള് റെസിസ്റ്റേഷൻ ഏരിയ? പുനരുജ്ജീവനം. ഓക്കെ, അപ്പൊ എന്താണ്, ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്, ആ പേഷ്യന്റിനെ എന്താണ് അയാളുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഏരിയ ആണ് റെസിസ്റ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഫോർ എക്സാമ്പിള് ഒരു ഓഫീസിൽ ഒരാള് കുഴഞ്ഞു വീണു. അപ്പോ അയാളുടെ കൊളീഗ്സിനൊന്നും മനസ്സിലാവുന്നില്ല ഇദ്ദേഹം എന്തുകൊണ്ടാണ് കുഴഞ്ഞു വീണത്. അപ്പൊ നോക്കുമ്പോ എന്താണ് സൈഡൊക്കെ ഇങ്ങനെ കോടിയിരിപ്പുണ്ട്, അയാളുടെ ഇവിടെ ഈ ചുണ്ടിന്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ കോടിയിരിക്കുന്നുണ്ട്. അവരെന്താണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന് ഈ കാഷ്വാലിറ്റിയിൽ എത്തിച്ചു. ആ സ്ട്രോക്ക് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് കാഷ്വാലിറ്റിയിൽ എത്തിച്ചു. അപ്പോ അദ്ദേഹത്തെ ഈ ഏരിയയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ ഏരിയയിൽ വെച്ചാണ് ഡോക്ടേഴ്സ് പറയുന്നത് അദ്ദേഹത്തിന് MRI എടുക്കേണ്ടതുണ്ട്. MRI വഴിയാണ് എന്ത് രോഗമാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് എന്ന് സ്ഥിരീകരിക്കുന്നത്. MRI എടുത്തപ്പോ എന്താണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് സ്ട്രോക്ക് ആണെന്ന കാര്യം മനസ്സിലായോ? അപ്പോ പിന്നീടാണ് അദ്ദേഹം സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായി, പിന്നീട് അതിന് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് റെസിസ്റ്റേഷൻ ഏരിയ, പുനരുജ്ജീവനം. മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞപ്പോ ക്ലിയർ ആയോ? ഓക്കെ ആണോ? സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന്റെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ റെസിസ്റ്റേഷൻ ഏരിയയിലോട്ടാണ് ആദ്യം കൊണ്ടുപോകുന്നത്. ഇനി അവിടെ റെസിസ്റ്റേഷൻ ഏരിയയില് ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടാവും നോക്കാം. ആരൊക്കെ ഉണ്ടാവും? ഡോക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ നഴ്സിംഗ് ടീമുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ്, അവർക്ക് പേഷ്യൻസിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള എക്യുപ്മെന്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സും ആ ഏരിയയിൽ ഉണ്ടാവും. ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സിംഗ് ടീം ഉണ്ടാവും, അതുപോലെ എക്യുപ്മെന്റ്സും ഉണ്ടാവും. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഏരിയ പറയട്ടെ. ഓക്കെ ആണോ? ഇത്രയും വരെയും 4 കാര്യങ്ങൾ പറഞ്ഞത്. ലാസ്റ്റ് പോയിന്റ് പറയണോ? ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? അവിടെ ആരൊക്കെ ഉണ്ടാവും? ഡോക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നഴ്സിംഗ് ടീമുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പേഷ്യൻസിന് വേണ്ട എക്യുപ്മെന്റ്സും, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സും അവിടെ ഉണ്ടാവും. ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്ത് പറ്റി വൈകി കയറിയത്? രണ്ടാമത്തെ പോയിന്റ് പറയണോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം.
റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. അതുപോലെ ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയ. ആ ട്രയേജ് ഏരിയയും എവിടെ ഉണ്ടാവണം? ഈ കാഷ്വാലിറ്റിയില് ഉണ്ടായിരിക്കണം. അതുപോലെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവണം. രോഗികളെ എന്താണ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും വേറെ ആളുകളോ ഒക്കെ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അത് പറഞ്ഞിട്ടില്ല മിസ് കേട്ടോ. ഞാൻ പറഞ്ഞത് ആംബുലൻസ് എൻട്രൻസ്, റിസപ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, റെസിസ്റ്റേഷൻ ഏരിയ, ഇത്ര വരെയാണ് പറഞ്ഞത്. ഈ 4 കാര്യങ്ങളും ഓക്കെ ആണോ? എന്നിട്ട് വേണം മിസ്സിന് അടുത്തത് തുടങ്ങാനായിട്ട്. അടുത്ത പോയിന്റ് പറയാം. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. നിങ്ങൾ ആ ബ്രാക്കറ്റിൽ നോക്കിയേ. ഓഫ് നോൺ ആംബുലന്റ് പേഷ്യന്റ്. നോൺ ആംബുലന്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞില്ലേ നമ്മള് നടന്നു പോകുന്ന രോഗികള് അല്ലെ, നടന്നു വരുന്ന രോഗികൾ അല്ലെ, അവരെ കൊണ്ടുപോകുന്നത്, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്കാണ് അല്ലെ. നടന്നു പോകാൻ പറ്റുന്ന രോഗികളൊക്കെ, നടന്നു കയറാൻ പറ്റുന്ന രോഗികളാണ് നോൺ ആംബുലന്റ് പേഷ്യന്റ് എന്ന് പറയുന്നത്. അവരെ കൊണ്ടുപോകുന്നത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലോട്ടാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി നോക്കിയേ, കൺസൾട്ടേഷൻ ഏരിയ അല്ലെ. കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസൾട്ടേഷൻ ഏരിയ OP അല്ലെ, ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യുന്ന റൂം അതായിരിക്കും അല്ലെ. അവിടെയുള്ള ഡോക്ടേഴ്സ് എന്താണ്? വെരി സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഈ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? വെരി സ്കിൽഡ് അല്ലെ, സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ആ കാഷ്വാലിറ്റിയിൽ ഉണ്ടാകുന്നത്, കൺസൾട്ടേഷൻ ഏരിയയിൽ ഉണ്ടായിരിക്കുന്നത്. അവരെങ്ങനെയായിരിക്കും? എമർജൻസി മെഡിസിനില് MD കഴിഞ്ഞവരായിരിക്കും. എമർജൻസി മെഡിസിനില് MD കഴിഞ്ഞ ഡോക്ടേഴ്സ് ആയിരിക്കും കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? ഒന്നുകൂടിയും പറയാം, സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഈ കൺസൾട്ടിംഗ് റൂമില് ഉണ്ടായിരിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്താണ്? അവര് എമർജൻസി മെഡിസിനില് MD കഴിഞ്ഞവരായിരിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവിടെ ഉണ്ടാവും അല്ലെ, മറ്റു സ്റ്റാഫുകളും അവിടെ ഉണ്ടാവും. മറ്റു സ്റ്റാഫുകള് വർക്ക് ചെയ്യുന്ന സ്റ്റേഷൻ ആണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആംബുലേറ്ററി എൻട്രൻസ് ഉണ്ടായിരിക്കണം, റിസപ്ഷൻ വേണം, ട്രയേജ്, അതുപോലെ വെയിറ്റിംഗ് ഏരിയ വേണം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഉണ്ട്, റെസിസ്റ്റേഷൻ ഏരിയാസ് ഉണ്ട്, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, കൺസൾട്ടേഷൻ ഏരിയ, സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്. ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് എവിടെയെങ്കിലും ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ക്ലിയർ ആണ്? അതർ ഏരിയ പറയട്ടെ. സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് മറ്റു സ്റ്റാഫുകൾ അവിടെ ജോലി ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവര് വർക്ക് ചെയ്യുന്ന സ്റ്റേഷനെയാണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കാഷ്വാലിറ്റിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ കാണാം നഴ്സിംഗ് സ്റ്റേഷൻ, അതുപോലെ തന്നെ സ്റ്റാഫ് വർക്ക് സ്റ്റേഷനൊക്കെ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇനി കാഷ്വാലിറ്റിയിലൊക്കെ ആരെങ്കിലും കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ പഠിച്ചതാണല്ലോ എന്നൊക്കെ നമുക്ക് ഒരു സന്തോഷം തോന്നുന്നത് കാണുമ്പോ. ശ്രദ്ധിക്കാത്തവര് ഇനി ശ്രദ്ധിക്കാട്ടോ. 5ാമത്തെ പോയിന്റ് എന്താ? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ അല്ലെ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാല് നോൺ ആംബുലന്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നടന്നു പോകുന്ന പേഷ്യൻസ്. നോൺ ആംബുലന്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് നടന്നു പോകുന്ന പേഷ്യൻസ്. അവർക്ക് എന്തെങ്കിലും ഇപ്പൊ സ്ട്രക്ചർ ഒന്നും വേണ്ടതായിട്ട് വരില്ല, നടന്നു പോകാൻ പറ്റുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അധികം ആക്സിഡന്റ് ഒക്കെ ആവാത്ത, ആക്സിഡന്റ് നടന്നവരെ നമ്മള് കാഷ്വാലിറ്റിയിലോട്ടാണ് കൊണ്ടുവരുന്നത്. അധികം തട്ടലും മുട്ടലും പറ്റാത്ത, നടന്നു പോകാൻ പറ്റുന്ന പേഷ്യന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് എന്താണ്? അഞ്ചു എന്താ പറഞ്ഞത്? ക്ലിയർ ആയില്ല മിസ്സിന്.
സെക്കൻഡ് പോയിന്റ് റിസപ്ഷൻ ട്രയേജ് വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ഇനി അതർ ഏരിയ പറയട്ടെ. റിസപ്ഷൻ ട്രയേജ് വെയിറ്റിംഗ് ഏരിയ, റിസപ്ഷൻ ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഓക്കെ, അതെല്ലാം ഉണ്ട് കേട്ടോ. റിസപ്ഷൻ ട്രയേജ് വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, ഇതെല്ലാം കാഷ്വാലിറ്റിയിൽ ഉണ്ട്. ഇനി അതർ ഏരിയ പറയട്ടെ. ഓക്കെ ആണോ? ഫങ്ഷണൽ ഏരിയാസ് ക്ലിയർ? ഓക്കെ, അതർ ഏരിയാസ് നോക്കി. പ്രൊസീജിയർ റൂം. പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാല് എന്താണ്? മൈനർ സർജറി, അതുപോലെ എൻഡോസ്കോപ്പി നമ്മൾ നടത്താറുണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തില്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ നടത്തുന്ന റൂമിനെയാണ് പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. മൈനർ സർജറി നടത്തുന്നുണ്ട്, അതുപോലെ ലേസർ ട്രീറ്റ്മെന്റുകള്, അതുപോലെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യില്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ആ പ്രൊസീജിയേഴ്സ് നടത്തുന്ന റൂമിനെയാണ് പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് പ്ലാസ്റ്റർ റൂം. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. എന്തായിരിക്കും പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞാൽ? പറഞ്ഞു നോക്കി. എന്തായിരിക്കും പ്ലാസ്റ്റർ റൂം? ഒടിവോ ചതവോ എല്ല് പൊട്ടലോ അല്ലെ, അങ്ങനെ എന്തെങ്കിലും കൈയൊടിയല് കാലൊടിയലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇടോലെ നമ്മള്. ഓക്കെ, അപ്പൊ പ്ലാസ്റ്റർ ഇടുന്ന റൂമിനെയാണ് പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത്. ഇനി ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹോസ്പിറ്റലില് കാഷ്വാലിറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഫാർമസി ഉണ്ടാവും, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ഫാർമസി ആണ് ഉണ്ടാകുന്നത്? ഉണ്ടോ? ഓക്കെ, അപ്പൊ എന്താണ്? കാഷ്വാലിറ്റിയിൽ കോമൺ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂട്ടെ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവരും നോക്കാം, കാഷ്വാലിറ്റിയിൽ സെപ്പറേറ്റ് ആണോ ഫാർമസി, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഒരു ഫാർമസി ആണോ ഉണ്ടാകുന്നത് കേട്ടോ. പറയാം, കാഷ്വാലിറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാർമസി ഉണ്ടാകും. ഓക്കെ, പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വന്നതായിട്ട്, മരുന്നുകളൊക്കെ വാങ്ങിക്കേണ്ടി വന്നാല് ഈ കാഷ്വാലിറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാർമസി ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? എഴുതി വെക്കാട്ടോ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം. കാഷ്വാലിറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഫാർമസി ഉണ്ടാവും, കാഷ്വാലിറ്റിക്ക് മാത്രമായിട്ട് കേട്ടോ. ഇനി നോക്കിയേ, ഐസൊലേഷൻ റൂം. എന്തായിരിക്കും ഐസൊലേഷൻ എന്ന് പറഞ്ഞാല്? ഐസൊലേഷൻ ഒറ്റപ്പെട്ട അല്ലെ, ഒറ്റപ്പെട്ട റൂം. ഇപ്പോ എന്താ, കൊറോണ ഒക്കെ വരുമ്പോ ആദ്യം സ്പ്രെഡ് ആയ ടൈമിലൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ പോവാറുണ്ട് അല്ലെ, കൊറോണ ഒക്കെ വന്നപ്പോ. അപ്പോ അവരെ നമ്മള് എവിടെയാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്? ഏത് റൂമിലായിരിക്കും? ഈ ഐസൊലേഷൻ റൂമിലായിരിക്കും അവരെ പ്രവേശിപ്പിച്ച് അവർക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നത്. ഒറ്റപ്പെട്ട ഒരു റൂമിലായിരിക്കും അവരെ കിടത്തുന്നത്. മനസ്സിലായോ? കൊറോണ നിപ്പയൊക്കെ വന്ന കാലഘട്ടത്ത് ഈ ഐസൊലേഷൻ റൂമിലായിരിക്കും രോഗികളെ പ്രവേശിപ്പിച്ചിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നത്. ഓക്കെ ആണോ? അതാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡീകണ്ടാമിനേഷൻ ഏരിയ. എന്തായിരിക്കും ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാല്? ഡീകണ്ടാമിനേഷൻ എന്താ അറിയാൻ പറ്റുമല്ലോ? ഡീകണ്ടാമിനേഷൻ എന്തായിരിക്കും? എന്താണ്? അണുവിമുക്തമാക്കുന്ന അല്ലെ, അണുവിമുക്തമാക്കൽ പ്രദേശങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ. ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് അണുവിമുക്തമാക്കുന്നത്. അപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞു തരാം, ക്ലിയർ ആവും. ഒരു ഫാക്ടറിയില് സ്ഫോടനം നടന്നു. അപ്പൊ അവിടെയുള്ളൊരു സ്റ്റാഫിന് എന്താണ്, ആ കെമിക്കല്, സ്ഫോടനം നടന്നപ്പോ അതിന്റെ കെമിക്കലൊക്കെ അദ്ദേഹത്തിന്റെ ദേഹത്തായി. അപ്പോ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. ആദ്യം കൊണ്ടുപോകുന്നത് എവിടേക്കായിരിക്കും? ഈ ഡീകണ്ടാമിനേഷൻ ഏരിയയിലോട്ടായിരിക്കും. അദ്ദേഹത്തിന്റെ മേത്ത് എന്താണ്?
കെമിക്കലായല്ലേ, ആ കെമിക്കല് മൊത്തം അണുവിമുക്തമാക്കിയിട്ട് വേണം അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് നൽകാൻ വേണ്ടിയിട്ട്. ആദ്യം അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയയിലോട്ടാണ്. അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്തായിരിക്കും അറിയാൻ പറ്റുമല്ലോ. സ്റ്റോറേജ് റൂം എന്ന് പറഞ്ഞാല് എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂം അല്ലേ? സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂമാണ് സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി. ക്ലീൻ റൂം ഉണ്ട്, അതുപോലെ തന്നെ ഡേർട്ടി റൂം ഉണ്ട്. ക്ലീൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപയോഗിക്കാത്ത, ഈ പേഷ്യൻസ് ഉപയോഗിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന റൂമാണ് ക്ലീൻ റൂം എന്ന് പറയുന്നത്. പേഷ്യൻസ് ഉപയോഗിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങള് സൂക്ഷിച്ചു വെക്കുന്ന റൂമാണ് ക്ലീൻ റൂം. എന്താണ് സിറിഞ്ച്, പഞ്ഞി, അല്ലെ, പല തുണികള്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ, സിറിഞ്ച്, പഞ്ഞി, അങ്ങനെയുള്ള സാധനങ്ങൾ പേഷ്യൻസ് ഉപയോഗിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് സൂക്ഷിച്ചു വെക്കുന്ന റൂമാണ് ക്ലീൻ റൂം. ഇനി ഡർട്ടി റൂം എന്തായിരിക്കും പറയാൻ പറ്റോ? ക്ലീൻ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കൂലേ ഡർട്ടി റൂം എന്ന് പറഞ്ഞാല്? വേസ്റ്റ് ആയിട്ടുള്ള, അല്ലെ, പേഷ്യൻസ് ഉപയോഗിച്ച ഐറ്റംസ് ആയിരിക്കും അതിൽ വെക്കുന്നത്. ഓക്കെ, ഇനി ലിനൻ റൂം എന്തായിരിക്കും? ലിനൻ റൂം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലിനൻ? ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? പേഷ്യൻസ് ഉപയോഗിച്ച, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ എന്താണ് പില്ലോ കവർ, ബെഡ്ഷീറ്റുകൾ, അല്ലെ, അതൊക്കെയാണ് ലിനൻ റൂമിൽ സൂക്ഷിച്ചു വെക്കുന്നത്. മനസ്സിലായോ? പില്ലോ കവർ, ബെഡ്ഷീറ്റ്, അതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഇനി മൊബൈൽ എക്യുപ്മെന്റ് സ്പേസ് ലൈക്ക് ട്രോളി, വീൽ ചെയർസ് എക്സെട്ര. അപ്പൊ ട്രോളി എന്ന് പറഞ്ഞാൽ അറിയാലോ, സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന, നമ്മള് കൊണ്ടുപോകുന്ന വണ്ടി കണ്ടിട്ടില്ലേ നിങ്ങള്? ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാ? ഓക്കെ, അപ്പൊ ട്രോളി ഉണ്ട്, അതുപോലെ തന്നെ വീൽ ചെയേഴ്സ്, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൂവബിൾ എക്യുപ്മെന്റ്സ് അല്ലെ. ഈ വീൽ ചെയർ, അതുപോലെ തന്നെ ട്രോളി എന്നൊക്കെ പറഞ്ഞത് എന്താണ്? മൂവബിൾ എക്യുപ്മെന്റ്സ് ആണ് അല്ലെ. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന റൂമിനെയാണ് എന്താണ് മൊബൈൽ എക്യുപ്മെന്റ് റൂം എന്ന് പറയുന്നത്. കിട്ടിയോ? മൊബൈൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് മൂവബിൾ എക്യുപ്മെന്റ്സ് ആണ്, മൂവ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ്. അതൊക്കെയാണ് ട്രോളി, അതുപോലെ തന്നെ വീൽ ചെയർസ്, ഇതിൽ പെടുന്നതാണ്. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന റൂമിനെയാണ് മൊബൈൽ എക്യുപ്മെന്റ് റൂം എന്ന് പറയുന്നത്. ഇനി മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ, അതെന്തായിരിക്കും? മൂവബിൾ എക്സ്റേ അല്ലെ. ലിനൻ എന്താ? ലിനൻ എന്ന് പറഞ്ഞാല് പേഷ്യൻസ് ഉപയോഗിക്കുന്ന ബെഡ് കവർ, ബെഡ്ഷീറ്റുകള്, പില്ലോ കവർ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന റൂമാണ് ലിനൻ റൂം എന്ന് പറയുന്നത്. മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞല്ലേ, മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവബിൾ അല്ലെ, ചലിക്കാൻ പറ്റുന്നത് അല്ലെ. മൂവബിൾ എക്സ്റേ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മൂവബിൾ എക്സ്റേ ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടോ? മൂവബിൾ എക്സ്റേ ഇല്ല. ഓക്കെ, ഇപ്പൊ എന്താണ്, ഒരു പേഷ്യന്റ് റൂമിൽ കിടന്നാല്, അഡ്മിറ്റ് ആയി കിടന്നാല്, അദ്ദേഹത്തിന് എന്തെങ്കിലും എക്സ്റേ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മള് അവിടേക്ക് പോകേണ്ടതായിട്ട് വരില്ല. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടാണല്ലോ നമ്മൾ സാധാരണ എക്സ്റേ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷെ എന്താണ്, അവര് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് എക്സ്റേ എടുത്തുകൊണ്ട് പോകും. അതാണ് മൂവബിൾ എക്സ്റേ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ് സൂക്ഷിച്ചു വെക്കുന്ന പ്ലേസ് ആണ് മൂവബിൾ എക്സ്റേ എക്യുപ്മെന്റ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ക്ലീനേഴ്സ് റൂം. കിടപ്പ് രോഗികൾക്ക് കേട്ടാ. ചിലപ്പോ എന്താണ്, അവർക്ക് അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല, റേഡിയോളജി റൂമിലേക്കൊന്നും പോവാൻ പറ്റില്ല അവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മുടെ അടുത്തേക്ക് വന്നിട്ട്, നമ്മുടെ റൂമിലേക്ക് വന്നിട്ട് എടുത്തുകൊണ്ട് പോകും, എക്സ്റേ എടുത്തുകൊണ്ട് പോകും. എവിടെയാണ്? അപ്പൊ വയറ്റിലാണ് എക്സ്റേ എടുക്കേണ്ടതെന്ന് വെച്ചാല് വയറ്റില് എക്സ്റേ എടുത്തിട്ട് അങ്ങോട്ട് പോകും.
അവരുടെ എന്താണ് ഓഫീസിലോട്ട് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂവബിൾ എക്സ്റേ എക്യുപ്മെന്റ് ആയിട്ട് പറയുന്നത്. നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ എക്സ്റേ എടുത്തിട്ട് പോകും. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാണാത്തവരെ നെറ്റിലൊന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി കേട്ടോ, ഇമേജ് കാണാൻ പറ്റും. ഇനി ലാസ്റ്റ് വണ്ണാണ് ക്ലീനേഴ്സ് റൂം. എന്താണ് ക്ലീനേഴ്സ് റൂം എന്ന് പറഞ്ഞാല്? എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന്റെ എല്ലാ സാധനങ്ങളും ഡിസ്ഇൻഫെക്ട് ചെയ്യുന്ന റൂം. ഓക്കെ, അതാണ് ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യുന്നത്, അണുവിമുക്തമാക്കുന്ന റൂമിനെയാണ് ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മള് അതർ ഏരിയാസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതർ ഏരിയാസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ്? പ്രൊസീജിയർ റൂം പറഞ്ഞു, പ്ലാസ്റ്റർ റൂം പറഞ്ഞു, അതുപോലെ ഫാർമസി ഉണ്ടല്ലേ, സെപ്പറേറ്റ് ആയിട്ട് ഫാർമസി ഉണ്ട്, ഐസൊലേഷൻ റൂം അവിടെ എഴുതി വെക്കാം. എക്സാമ്പിൾ ആയിട്ട് കൊറോണ, നിപ്പ പേഷ്യൻസ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്താണ് ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാല്. അപ്പൊ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാല് എക്സാമിന് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് മിസ് പറഞ്ഞ എക്സാമ്പിൾ എഴുതി വെക്കാം. എന്താണ്? സ്ഫോടനം നടന്നപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ മേത്ത് മൊത്തം എന്താണ് കെമിക്കലായി, ആ കെമിക്കല് മാറ്റിയിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പോ ആ കെമിക്കല് മാറ്റാൻ വേണ്ടിയിട്ട്, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഏരിയയാണ് ഡീകണ്ടാമിനേഷൻ ഏരിയ. ആദ്യം ഈ സ്ഥലത്തോട്ട് കൊണ്ടുവന്നിട്ട് നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് അവര് ആ പേഷ്യന്റിന് കൊടുക്കുള്ളൂ. ഈ സ്റ്റോറേജ് ഏരിയ എന്താണ്? എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്യുന്ന ഏരിയ. അതുപോലെ ക്ലീൻ ആൻഡ് ഡേർട്ടി റൂം. ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേഷ്യൻസ് ഉപയോഗിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നത്. ഡേർട്ടി എന്ന് പറഞ്ഞാല് എന്താണ്? ഉപയോഗിച്ച സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. ലിനൻ എന്താണ്? ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. പേഷ്യൻസ് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ, പില്ലോ കവർ, ഇതൊക്കെ എന്താണ്? ലിനൻ റൂമിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. മൊബൈൽ എക്യുപ്മെന്റ്സ് ലൈക്ക് ട്രോളി, വീൽ ചെയർസ് എക്സെട്ര അല്ലെ. മൂവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ട്രോളി, വീൽ ചെയർ ഒക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പൊ അതൊക്കെ എന്താണ്? സൂക്ഷിച്ചു വെക്കുന്ന റൂമിനെയാണ് മൊബൈൽ എക്യുപ്മെന്റ് റൂം എന്ന് പറയുന്നത്. അതുപോലെ മൂവബിൾ എക്സ്റേ എക്യുപ്മെന്റ് അല്ലെ. എക്സ്റേ എന്താണ്? എക്സ്റേ എടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല, അവര് നമ്മുടെ അടുത്ത് വന്ന് എക്സ്റേ എടുത്തിട്ട് പോകും. അതാണ് മൊബൈൽ എക്സ്റേ അല്ലെങ്കിൽ മൂവബിൾ എക്സ്റേ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന റൂമാണ് മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ്സ് റൂം എന്ന് പറയുന്നത്. അതുപോലെ ക്ലീനേഴ്സ് റൂം ഉണ്ട് അല്ലെ. എല്ലാം കഴിഞ്ഞ് പേഷ്യൻസിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് പേഷ്യൻസിന്റെ എല്ലാ സാധനങ്ങളും ഡിസ്ഇൻഫെക്റ്റ് ആക്കുന്നത്, അണുവിമുക്തമാക്കുന്ന ഏരിയയാണ് ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഫങ്ഷണൽ ഏരിയ അതുപോലെ തന്നെ അതർ ഏരിയ ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലേ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് പേഷ്യന്റ് ഫ്ലോ. പേഷ്യന്റിന്റെ ഫ്ലോ എങ്ങനെയാണ്? ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് നോക്കാം. അതാണ് പേഷ്യന്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ ആദ്യം പഠിച്ചത് അല്ലെ, ഫങ്ഷണൽ ഏരിയാസിൽ പഠിച്ചത് ട്രയേജ്. ട്രയേജ് എന്താണെന്നാ പറഞ്ഞത്?
ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ കൊടുക്കുന്ന പ്രക്രിയ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? All patients should be traced through a single point. എല്ലാ പേഷ്യൻസിനെയും ഒരു സിംഗിൾ പോയിന്റിലൂടെ കണക്കാക്കുന്നതാണ് triage എന്ന് പറയുന്നത്. Aims of triage is to sort patient for providing optimum care consistent with their medical need and ensuring efficient utilization of available resources. എന്താ പറയുന്നത്? Aim അല്ലെ, triageന്റെ മെയിൻ എയിം എന്താണ്? Triage is to sort patient. എന്താണ് sort എന്ന് പറഞ്ഞാല്? Sort എന്താ? സോർട്ട് എന്താണ്? തരംതിരിക്കുന്നത് അല്ലെ? ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നത്, തരംതിരിക്കുന്നത്. സോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരംതിരിക്കുക. അപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പല പേഷ്യൻസ് വരാറുണ്ട് അല്ലെ? ആക്സിഡന്റ് ആയിട്ട് വരാം, ചെസ്റ്റ് പെയിൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽസി ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്താണ് വയറുവേദന, അങ്ങനെയുള്ള പല എമർജൻസി ആയിട്ടും പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിലോട്ട് നമ്മൾ കൊണ്ടുവരാറുണ്ട്. അപ്പോ അവർക്ക് ഏത് പേഷ്യൻസിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് തരംതിരിക്കുന്നതാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. 4 തരത്തിലാണ് പേഷ്യൻസിനെ തരംതിരിക്കുന്നത്. പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2, പ്രയോറിറ്റി 3, പ്രയോറിറ്റി 4. ഇത് PDF ഇല്ല, മിസ് എക്സ്ട്രാ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് കേട്ടോ. നോട്ട് ഉണ്ട് മിസ്സിന്റെ കയ്യില്, നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ മിസ് പറഞ്ഞാൽ മതിയോ? എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു തന്നാ മതിയോ? നോട്ട് ചെയ്തണോ? ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. PDF കാര്യം മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. എന്താ ചെയ്യേണ്ടത്? ഓക്കെ ഓക്കെ, പറയാട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു ട്രയേജിൽ എന്താണ്? എല്ലാ പേഷ്യൻസിനെയും ഒരു സിംഗിൾ പോയിന്റിൽ കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞല്ലേ. അതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിനെ തരംതിരിക്കുന്നത്. പ്രയോറിറ്റി 1, ഏത് പേഷ്യൻസിനാണ് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ പ്രയോറിറ്റി 2, പ്രയോറിറ്റി 3, പ്രയോറിറ്റി 4. ഓക്കെ, ഇപ്പൊ പ്രയോറിറ്റി 1 വരുന്നത് റെഡ് കാറ്റഗറി ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് കെയർ ആണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതുപോലെ തന്നെ കാഷ്വാലിറ്റിയില് ഇങ്ങനെ പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 0 മിനിറ്റ്സിനുള്ളിലായിരിക്കും. പ്രയോറിറ്റി 1 ആ പേഷ്യൻസിനെ തരംതിരിക്കുന്നത് റെഡ് കാറ്റഗറിയിലാണ്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് കെയർ ആണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വിത്തിൻ 0 മിനിറ്റ്സിനുള്ളിലാണ് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ കാർഡിയാക് അറസ്റ്റ്. മനസ്സിലായോ? ആ പേഷ്യൻസിനാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പ്രയോറിറ്റി 1 കൊടുക്കേണ്ട എന്താണ്? ആദ്യ പേഷ്യന്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്? കാർഡിയാക് അറസ്റ്റ്, ഹൃദയാഘാതം. മനസ്സിലായോ? ഇനി പ്രയോറിറ്റി 2 യെല്ലോ കാറ്റഗറിയിലാണ് തരംതിരിക്കുന്നത് യെല്ലോ കാറ്റഗറിയാണ്. അതുപോലെ വെരി അർജന്റ് വിഭാഗത്തിൽ പെടുത്താം. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ ആക്സിഡന്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിന്. ഓക്കെ, ഇനി പ്രയോറിറ്റി 3 ഗ്രീൻ കാറ്റഗറി ആണ്. അതുപോലെ തന്നെ അർജന്റ് കെയർ ആണ് കൊടുക്കേണ്ടത്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വിത്തിൻ 30 മിനിറ്റിനുള്ളിൽ. ചെസ്റ്റ് പെയിൻ ഒക്കെ ആയിട്ട് വരില്ലേ, അതൊക്കെ കേട്ടോ. വയറുവേദന, അബ്ഡോമിനൽ പെയിൻ ഒക്കെ, വയറുവേദന, ഉദര സംബന്ധമായിട്ടുള്ള വേദനകൾ കേട്ടോ, അതൊക്കെ ഈ പ്രയോറിറ്റി 3 ഉൾപ്പെടുത്താം. രണ്ടാമത്തെ കാറ്റഗറിയിൽ പ്രയോറിറ്റി 2 ആക്സിഡന്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ. ഇനി പ്രയോറിറ്റി 4 ലാസ്റ്റ് കാറ്റഗറി ആണ്. അത് ബ്ലാക്ക് കാറ്റഗറി. ബ്ലാക്ക് കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത്. ലെസ് അർജന്റ് കെയർ ആണ് കൊടുക്കുന്നത്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 1 ഹവേഴ്സിനുള്ളിൽ, 1 ഹവറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് മൈൽഡ് ഹെഡ് ഏക്ക്, ഫീവർ ഒക്കെ ആയിട്ട് വരില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസ്. മനസ്സിലായോ?
ഇത്രയും കാര്യങ്ങളാണ് ട്രയേജിൽ നോക്കാനുള്ളത് കേട്ടോ. മെയിൻ ആയിട്ട് നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ട്രയേജിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡ് ചെയ്യുന്നു അല്ലെ, അല്ലെങ്കിൽ തരംതിരിക്കുന്നു. പേഷ്യൻസിനെ പ്രയോറിറ്റി അനുസരിച്ച് തരംതിരിക്കുന്നു. അതിന്റെ എയിം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രയോറിറ്റി 3 എന്ന് പറഞ്ഞത് ഗ്രീൻ കാറ്റഗറിയിലാണ്. അതുപോലെ തന്നെ എന്താണ്, അർജന്റ് കെയർ ആണ് കൊടുക്കുന്നത്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിൽ. അതുപോലെ എക്സാമ്പിള് ചെസ്റ്റ് പെയിൻ, ഉദരസംബന്ധമായ വേദന, അങ്ങനെ വരുന്ന പേഷ്യൻസിനെയാണ് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് പ്രയോറിറ്റി 3. ഇനി പ്രയോറിറ്റി 4 ഒന്നും കൂടിയും പറയാം. ബ്ലാക്ക് കാറ്റഗറി ലെസ് അർജന്റ് കെയർ. നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1 അവറിനുള്ളിൽ. അതുപോലെ എക്സാമ്പിള് ഫീവർ, മൈൽഡ് ഹെഡേക്ക്, മൈഗ്രെയിൻ ഒക്കെ ഇട്ട് വരുമല്ലോ, അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കാം. പ്രിസെപ്ഷൻ ഒന്നാമത്തെ പറയണോ? ഒന്നാമത്തെ എന്താണ്? പ്രയോറിറ്റി 1 എന്താണ്? റെഡ് കാറ്റഗറിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. റെഡ് കാറ്റഗറി പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് കെയർ ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 0 മിനിറ്റ്സിനുള്ളിൽ. എക്സാമ്പിള് കാർഡിയാക് അറസ്റ്റ്. റെഡ് കാറ്റഗറി പ്രയോറിറ്റി 1, അതുപോലെ യെല്ലോ കാറ്റഗറി പ്രയോറിറ്റി 2. ഡൗട്ട് ഉണ്ടോ? എന്താ പറയേണ്ടത് മുഹസീന? എന്താ പറയേണ്ട മോളെ? മൂന്നാമത്തെ പറയണം. മൂന്നാമത്തത് പ്രയോറിറ്റി 3 കൊടുക്കുന്നത് ഗ്രീൻ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ അർജന്റ് കെയർ ആണ് പേഷ്യന്റിന് കൊടുക്കുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിൽ. എക്സാമ്പിള് ചെസ്റ്റ് പെയിൻ, ഉദരസംബന്ധമായ പെയിൻ അല്ലെങ്കിൽ അബ്ഡോമിനൽ പെയിൻ, അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഈ കാറ്റഗറി 3 അല്ലെങ്കിൽ പ്രയോറിറ്റി 3 ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. റിസപ്ഷൻ നോക്കാം നമുക്ക്. ഓക്കെ ആണോ? ട്രയേജ് മനസ്സിലായോ? ഓക്കെ. 4 പറയണോ? 4 എന്താണ്? പ്രയോറിറ്റി 4 ബ്ലാക്ക് കാറ്റഗറി ആണ്. ലെസ് അർജന്റ് കെയർ ആണ് കൊടുക്കുന്നത്. ടൈം 1 അവർ. അത് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 1 അവറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ എക്സാമ്പിള് മൈൽഡ് ഹെഡേക്ക്, ഫീവർ. ഇതാണ് യെല്ലോ കാറ്റഗറി പ്രയോറിറ്റി 2 യെല്ലോ കാറ്റഗറി വരുന്നത്. അതുപോലെ വെരി അർജന്റ് വിഭാഗത്തിലാണ് പെടുത്തുന്നത്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ. ആക്സിഡന്റ്, എക്സാമ്പിള് ആക്സിഡന്റ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും വരെ എടുത്തതല്ല ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും കാര്യങ്ങൾ ട്രയേജ് വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു.